നിങ്ങൾക്കറിയാമോ, ഈ പ്രപഞ്ചം സമ്പൂർണ്ണ നീതിയിലാണ് പ്രവർത്തിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രപഞ്ചത്തിൽ നിന്ന് നമുക്ക് കിട്ടേണ്ടുന്ന കൃത്യമായ അളവിലുള്ള അനുഭവങ്ങളാണ് ഇപ്പോഴും എപ്പോഴും നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇത് ഞാനിങ്ങനെ പറയാനുള്ള കാരണം, നീതി നിയമം എന്ന് പറഞ്ഞൊരു നിയമം നമ്മൾ കോസ്മിക് ലോയിൽ സാധാരണയായിട്ട് പറയാറുണ്ട്. എന്താണ് ഈ നീതി യഥാർത്ഥത്തിൽ? പലപ്പോഴും നമ്മൾ നീതി കിട്ടിയിട്ടില്ല എന്ന് നമ്മൾ പലപ്പോഴും ആക്രോശിക്കാറുണ്ട്. അപ്പോൾ ഈ നീതിയെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ, ഇപ്പോൾ ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞുതരാം. നമ്മൾ ഈ കേരളത്തിൽ ജനിച്ചു വളർന്ന ഒരാൾ ഒരു പെൺകുട്ടിയെ കാണുന്നു, ആ പെൺകുട്ടിയുമായിട്ട് നല്ല സൗഹൃദത്തിലെത്തുന്നു. അങ്ങനെ സൗഹൃദം പങ്കുവെക്കുന്നതിൻ്റെ ഭാഗമായിട്ടൊന്ന് തനിച്ചിരുന്ന് സംസാരിക്കണമെന്ന് വിചാരിച്ചിട്ട് ഒരു ഹോട്ടലിൽ കയറി റൂം എടുക്കുന്നു. അങ്ങനെ അവരിരുന്ന് സംസാരിക്കുമ്പോഴാണ് ആ ഹോട്ടലിലൊരു പെട്ടെന്ന് റെയ്ഡ് വന്നത്. എന്ത് സംഭവിക്കും? അവിഹിതം, അതുപോലെ തന്നെ അനാശാസ്യം എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ പല ഇഷ്യൂസുകളും ഉണ്ടാവും. പേപ്പറിൽ ആ ന്യൂസ് വരും. ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ കേരളത്തിൽ സംഭവിക്കുന്നതെങ്കിൽ ഇതേ സംഭവം അമേരിക്കയിൽ സംഭവിച്ചാലോ? അവിടെ ഒന്നും സംഭവിക്കില്ല. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഒരു അതിർത്തി മാറുന്ന സമയത്ത് ഒരേ സംഭവത്തിന് രണ്ട് നിയമങ്ങളാണ്, അല്ലെങ്കിൽ ഒരു അതിർത്തി മാറുന്ന സമയത്ത് ഒരേ സംഭവത്തിന് രണ്ട് നീതിയാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ പ്രപഞ്ചത്തിൻ്റെ നീതി എന്ന് പറഞ്ഞാൽ, നമ്മൾ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ, കാലദേശങ്ങൾക്ക് അതീതമായ നീതിയിലാണ് പ്രപഞ്ചം പ്രവർത്തിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഈ ആക്സെപ്റ്റൻസ് ഇത് നമ്മൾ ഉൾക്കൊള്ളുമ്പോൾ തന്നെ നമ്മുടെ പ്രശ്നങ്ങൾ ഒരു പരിധിവരെ പ്രപഞ്ചം തന്നെ ഇല്ലാതാക്കി മാറ്റും. ഇത്രയേ ഉൾക്കൊള്ളുന്നുള്ളൂ. ഞാനിപ്പോൾ എൻ്റെ ജീവിതത്തിൽ അനുഭവിച്ചു കൊണ്ടിരുന്നതും അനുഭവിച്ചതും ഇനി അനുഭവിക്കാൻ പോകുന്നതുമായിട്ടുള്ള സകല പ്രശ്നങ്ങളും സകല സൗഭാഗ്യങ്ങൾക്കും പ്രപഞ്ചത്തിൻ്റെ സമ്പൂർണ്ണ നീതിയാണ് കാരണം. നമ്മൾ ഒരു മനുഷ്യൻ്റെ കണ്ണിൽ കൂടി കാണുന്ന നീതിയല്ല നീതി. പല സംഭവങ്ങളും നമ്മൾ നീതിയാണെന്ന് മനുഷ്യൻ്റെ കണ്ണിൽ കൂടി കാണുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കണം. രണ്ട് രാജ്യങ്ങൾ, ആ രാജ്യത്തിൻ്റെ അതിർത്തിയിൽ വെച്ചിട്ട് ഒരു രാജ്യത്തിൻ്റെ പട്ടാളക്കാരനെ മറ്റേ രാജ്യത്തിൻ്റെ പട്ടാളക്കാരൻ വെടിവെച്ചു കൊന്നാൽ, ഈ വെടിവെച്ചു കൊന്ന രാജ്യം അത് ഹാപ്പിയായിട്ട് ആനന്ദിച്ച് അതിനെ ഉത്സവമാക്കി മാറ്റുന്ന സമയത്ത് തൊട്ടപ്പുറത്തെ പട്ടാളക്കാരൻ്റെ കുടുംബം എങ്ങനെയായിരിക്കും? അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഒരേ സംഭവം പ്രപഞ്ചത്തിൻ്റെ കണ്ണിൽ നീതി എന്ന് പറയുന്നത് മനുഷ്യൻ കാണുന്ന നീതിയല്ല, പ്രപഞ്ചത്തിൻ്റെ കണ്ണിലുള്ളൊരു നീതിയുണ്ട്. ആ നീതിയെ മനസ്സിലാക്കണമെങ്കിൽ അല്പം സ്പിരിച്വാലിറ്റി നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. ആ സ്പിരിച്വാലിറ്റിയിൽ കൂടി മാത്രമേ ധർമ്മവും നീതിയും നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. ആദ്യം നമ്മൾ ഉൾക്കൊള്ളേണ്ട ഒരു വസ്തുത, പ്രപഞ്ചം സമ്പൂർണ്ണ നീതിയിലാണ് പ്രവർത്തിക്കുന്നത്. എനിക്കിപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്ന സകല അനുഭവങ്ങളും പ്രപഞ്ചത്തിൻ്റെ നീതിക്കനുസരിച്ചിട്ടുള്ളതാണ്. ഞാൻ ഇനി എൻ്റെ പ്രവൃത്തിയിലും ചിന്തകളിലും മാറ്റം വരുത്തുന്ന സമയത്ത് പ്രപഞ്ചത്തിൻ്റെ നീതിയിലും മാറ്റമുണ്ടാകുമെന്ന് ഉറപ്പിക്കുക. ഈ നീതി നിയമം ആര് മനസ്സിലാക്കുന്നുവോ അവൻ്റെ ജീവിതാനുഭവങ്ങളിൽ നമ്മൾ ചിന്തിക്കുന്നതിൻ്റെ അപ്പുറത്തേക്കുള്ള പുതിയ മാറ്റമുണ്ടാകുമെന്ന് ഗ്യാരണ്ടിയാണ്. ഒരിക്കൽ കൂടി ഞാൻ ഊന്നിപ്പറയുന്നു, പ്രപഞ്ചം സമ്പൂർണ്ണ നീതിയിലാണ് പ്രവർത്തിക്കുന്നത്. ഇപ്പോൾ എനിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന സകല അനുഭവങ്ങളും പ്രപഞ്ചത്തിൻ്റെ സമ്പൂർണ്ണ നീതിയിലാണ്. പ്രപഞ്ചനീതി എന്ന് പറയുന്നത് കാലദേശങ്ങൾക്ക് അതീതമായിട്ടുള്ള നീതിയാണ്. ഒരു വാക്യം കൂടി പറയാം. പ്രപഞ്ചനീതി എന്ന് പറയുന്നത് നമ്മൾ സാധാരണ മനുഷ്യൻ ഒരു സംഭവത്തിനെ കണ്ണിൽ കൂടി കാണുമ്പോൾ ഉണ്ടാകുന്ന നീതിയല്ല പ്രപഞ്ചത്തിൻ്റെ നീതി. പ്രപഞ്ചത്തിൻ്റെ ശരിയും തെറ്റും ഒരു മനുഷ്യന് മനസ്സിലേക്കെടുക്കുവാൻ ബുദ്ധിമുട്ടാണ്. ആത്മീയതയിൽ കൂടി മാത്രമേ നമുക്ക് ഒരു പരിധിവരെ അതിനെ പൂർണ്ണമായിട്ടും ഉൾക്കൊള്ളുവാൻ സാധിക്കുള്ളൂ.